വയസ്സുകാരനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരിക്കണം അയാൾ ഇത്രയധികം ആ കുഞ്ഞിനെ മർദ്ദനത്തിന് ഇരയാക്കിയത്. 51 മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ കണ്ടിരുന്നത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അത് മാത്രമല്ല ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു, ജനനേന്ദ്രിയത്തിനടക്കം പരിക്കുകൾ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു. കഴിഞ്ഞ 1.5 മാസത്തിന് മുൻപാണ് ആ കുഞ്ഞിൻ്റെ 2 കൈയും പൊട്ടിയ നിലയിൽ, ബാൻഡേഡ് ഇട്ട നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെ, അമ്മയുടെ കൂടെയുള്ള ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടാലറിയാം ആ കുഞ്ഞ് എന്തുമാത്രം വലിയ ക്രൂരപീഡനത്തിനായിരുന്നു ആ വീട്ടിൽ വിധേയനായിരുന്നത് എന്ന്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ അവൻ ഓടിക്കളിച്ച് നടക്കേണ്ട, വളരെ സന്തോഷത്തിൽ വളരെ സമാധാനത്തിൽ ജീവിച്ചു വളരേണ്ട ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞാണ് അതിദൗർഭാഗ്യകരമായ ചില അവസ്ഥയിലൂടെ, അതിദാരുണമായ, അത്രയധികം ക്രൂരമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത്. അവസാനം മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു. മരണത്തിന് കീഴ്പ്പെടുക എന്നല്ല, മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഈ കൊടും ക്രൂരനായ, അത്രയധികം ക്രൂരത ചെയ്ത ആ കുട്ടിയുടെ 2ാം പിതാവ് അഷ്കർ. ആ കുട്ടിയുടെ അച്ഛൻ നേരത്തെ മരിച്ചുപോയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിനുശേഷമാണ് ഈ 2ാം പിതാവ് അഷ്കറുമായി അമ്മ അഖില അടുക്കുന്നത്. ഇപ്പോൾ ആ പങ്കാളി തന്നെ തൻ്റെ കുഞ്ഞിനെ അങ്ങനെ അത്രയധികം ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ അമ്മ അതിന് കൂട്ടുനിന്നുവോ, അറിവുണ്ടായിട്ടും മറ്റാരോടെയും അറിയിക്കാതിരിക്കുന്നുവോ, അല്ലെങ്കിൽ അത്ര സുരക്ഷിതമല്ലാത്ത ഈ സാഹചര്യത്തിൽ ഇയാളോടൊപ്പം ആ കുട്ടിയെ ഉപേക്ഷിച്ച് ആ കുട്ടിയെ ആക്കി എങ്ങനെ പോകാൻ ധൈര്യം വന്നു എന്നതടക്കം, ഈ ക്രൂരകൃത്യത്തിന് അമ്മയടക്കം കൂട്ടുനിൽക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഇനി മറുപടി വേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി നിലവിൽ നെടുമങ്ങാട് തെളിവെടുപ്പ് നടത്തുകയാണ്. അവിടെ വലിയ ജനരോഷമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇത്രയധികം ഉപദ്രവിച്ച ഒരു കൊടുംക്രൂരനെതിരെ ഇത്തരത്തിലുള്ള ജനരോഷം സ്വാഭാവികമാണ്, അത് ഉണ്ടാവുക തന്നെയും, അത് പോലീസ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. നിലവിൽ ആ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഇപ്പോൾ പുറത്തോട്ട് ഇറക്കിയിരിക്കുകയാണ്. മറ്റെന്തോ പോലീസ് തേടുന്നുണ്ട്. ചിലപ്പോൾ ആക്രമിക്കാൻ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കളാവാം, അതിവിടെയായിരിക്കാം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, അതാണ് തേടുന്നത്. പോലീസ് എന്തോ തേടുന്നുണ്ട്. അഷ്കർ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച കമ്പാണ് നിലവിൽ ഈ പുറത്തേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത്. അതാണ് പോലീസ് തേടുന്നത്. അഷ്കർ അവിടെയാണ് ചൂണ്ടിക്കാണിച്ച് കാണുക. സനീറ്റയുണ്ട് അവിടെ നിന്നും തുടരുന്നത്. സനീറ്റ, പോലീസ് എന്താണ് നിലവിൽ തിരയുന്നത്? കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച എന്തെങ്കിലും വസ്തുക്കളോ മറ്റോ ആണോ അഷ്കർ ഇവിടെയാണോ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ഷംനി, തീർച്ചയായിട്ടും കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച ഇത്തരത്തിൽ വടി ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ആ സ്ഥലം, അല്ലെങ്കിൽ ആ വടി എറിഞ്ഞ സ്ഥലം അതാണ് ഇപ്പോൾ പോലീസിനെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ വീട് പരിസരത്ത് തന്നെ കുഞ്ഞിന്റെ നിരവധി വസ്ത്രങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ ഉൾപ്പെടെ കൂട്ടി കത്തിക്കുന്ന സാഹചര്യം ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അത് മാത്രമല്ല, നാട്ടുകാർ വലിയ തരത്തിലുള്ള ഒരു ജനരോക്ഷം രാവിലെ ഈ വീട്ടിൽ വളപ്പിലേക്ക് എത്തുകയും ഇവിടെ ബൈക്കുകൾ കത്തിക്കുകയും ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു ജനരോക്ഷം പ്രകടമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ വിശാലമായ ഒരു തെളിവെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പോലീസ് വളരെ വ്യക്തമായ ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത്. മാത്രമല്ല, വലിയ അദ്ദേഹത്തിനോട് എന്തൊക്കെ അറിയുന്നുണ്ട് കൂടുതലായും. കാരണം 1.5 വർഷക്കാലം ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ നേരിട്ടത് വലിയ ഒരു ക്രൂരമായ അതിക്രമമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ്, കാരണം രാവിലെ കുറ്റസമ്മതം നടത്തിയിരുന്നു. 1.5 വർഷക്കാലം താൻ വളരെ ക്രൂരമായ കുഞ്ഞിനെ മർദ്ദിച്ചു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശദമായ വിവരങ്ങൾ തന്നെയായിരിക്കും പോലീസിനോട് ഇപ്പോൾ കൈമാറുന്നത്. അദ്ദേഹം എന്താണ്, കാരണം വലിയ നമുക്ക് എത്താൻ അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു പരിമിതിയുണ്ട്. എന്തായാലും വളരെ വിശദമായ ഒരു എടുപ്പ് അല്ലെങ്കിൽ തന്നെയാണ് നടക്കുന്നത്. മാത്രമല്ല, കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഇദ്ദേഹം മാരക ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത തേടേണ്ടതുണ്ട്. കാരണം കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരഭാഗത്തും പൊള്ളലുകൾ അടക്കം വലിയ പരിക്കുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ചെറുതും വലുതുമായ 51 പാടുകളുണ്ട്. അതുമാത്രമല്ല, കുഞ്ഞിൻ്റെ എല്ലിന് പൊട്ടലുണ്ട്. അത് വളരെ ഗുരുതരമായി കാണേണ്ടതാണ്. 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ ഇടത് കാലിനാണ് പൊട്ടലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാരകമായി എന്തോ ഉപയോഗിച്ച് കുഞ്ഞിനെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നിരിക്കും. അതിൻ്റെ വ്യക്തമായ തെളിവെടുപ്പ് തന്നെയാണ് നടക്കുന്നത്.
കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എന്തായാലും കർശനമായ നിയമ നടപടി തന്നെ ഉണ്ടാകും. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛന്റെ കുടുംബം രാവിലെ തന്നെ നമ്മളോട് പ്രതികരിച്ചത്. അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്മയുടെ പങ്ക് ഇനി കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. കാരണം ഈ 1.5 വർഷക്കാലം ഈ അമ്മയുടെ അറിവോട് തന്നെയാണ് കുട്ടിക്ക് ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകണമെങ്കിൽ അമ്മയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടി സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ അമ്മയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. അത്ര ഉറപ്പോടെ ആ കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് പോകുമ്പോൾ അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്തോ, ഇത് വ്യക്തമായ അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പൂർണ്ണമായും അമ്മയ്ക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ കുട്ടിയെപ്പറ്റി യാതൊരു തരത്തിലുള്ള ഒരു സുരക്ഷിതമായി കുട്ടി ഇരിക്കട്ടെ എന്നുള്ള കാര്യത്തിലൊന്നും അമ്മയ്ക്ക് വലിയ ഒരു വേണ്ട കരുതൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ 1.5 വർഷ കാലയളവ് ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച ഒരാളുടെ കയ്യിൽ യാതൊരു തരത്തിലുള്ള കൂസലുമില്ലാതെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് നിർത്തി അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോകേണ്ട സാഹചര്യം പെറ്റമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് അന്വേഷണം വേണ്ടിവരും. എന്തായാലും പ്രതിയെ അല്പസമയത്തിനകം തന്നെ ഇത്തരത്തിൽ ഈ മൊഴിയെടുപ്പിന് ശേഷം കൊണ്ടുപോകും. അതിനുശേഷം ഉച്ചയോടെ തന്നെ വൈദ്യപരിശോധന ഉണ്ടാകും. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയൊരു രോക്ഷം തന്നെ ഉണ്ടാകും. എന്തായാലും ജനങ്ങൾ വലിയ തരത്തിൽ, ഈ സമീപവാസികൾ വലിയ തരത്തിൽ ഇളകിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ വലിയ സംഘർഷ സാഹചര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ ജനരോക്ഷം കൂടുതലായിട്ട് ഉയരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ നോക്കി കാണാം. എന്തായാലും പ്രതിയെ ഇപ്പോൾ മൊഴിയെടുപ്പിന് ശേഷം തിരിച്ച് കൊണ്ടുപോകുകയാണ്. ശാമിലി.